Hello, my dear children. Did you remember what we have studied yesterday? Yes, we studied birds, different types of feathers of birds. Which are the different types of feathers? Did you remember? Yes, down feathers, that helps the body of a bird swarm. Then flight feathers helps the birds for flying. Then body feathers that cover whole body of a bird. Then let us move to the next topic. Beaks of birds. Beaks of birds. So children, all of you take your textbook and take page number 36. Okay, then let us read. Beaks of birds. Birds have different types of beaks because they eat different types of food. Beaks also help them to protect themselves from enemy attacks. Birds, all type of birds have different types of beaks. According to their food habits, their beaks are arranged. And these beaks also help them to protect from enemies. Okay, അതായത് ഓരോ ബേർഡ്സിനും പല ഡിഫറെൻറ്റ് ടൈപ്സ് ഉള്ള ബീക്സ് ആണ്. അവ കഴിക്കുന്ന ഫുഡിനെ ആശ്രയിച്ചിരിക്കും അവയുടെ ബീക്സിൻ്റെ അറേഞ്ച്മെൻറ്റ്. അതുപോലെ തന്നെ എനിമീസിൽ നിന്ന് രക്ഷപ്പെടാനും ഈ ബീക്സ് ബേർഡ്സിനെ സഹായിക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ, സ്ട്രോങ്, ഷാർപ്പ് ആൻഡ് ഹുക്ക്ഡ് ബീക്സ്. Beaks of the birds of prey like eagle, vulture, owl, etc. are strong, sharp and hooked, which enable them to tear the flesh of animals. Do you know what is the food of that eagle, vulture, etc.? Yes, they are eating tear or flesh of the other animals so that their beaks are strong, sharp and hooked. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈഗിള്, വൾച്ചർ പോലെയുള്ള ബേർഡ്സിൻ്റെ ഹുക്ക്ഡ് ബീക്കായിരിക്കും. അതുപോലെ തന്നെ അത് വെരി സ്ട്രോങ് ആയിരിക്കും. ഈ ഫ്ലഷൊക്കെ നന്നായിട്ട് ടിയർ ചെയ്യാൻ വേണ്ടി അറേഞ്ച് ചെയ്ത ബീക്സ് ആണ്. ഏത് ബേർഡ്സിൻ്റെ? ഈഗിള്, വൾച്ചർ, ഔൾ ഇതുപോലെയുള്ള ബേർഡ്സിൻ്റെ ബീക്സിൻ്റെ പ്രത്യേകത എന്താണ്? സ്ട്രോങ് ആയിരിക്കും, ഷാർപ്പായിരിക്കും, അതുപോലെ ഹുക്ഡ് ആയിട്ടുള്ള ബീക്സ് ആയിരിക്കും. ക്ലിയർ? നെക്സ്റ്റ് വൺ, ഷോർട്ട്, സ്ട്രോങ് ആൻഡ് പോയിൻറ്റഡ് ബീക്സ്. സ്പാരോ, പിജിയൺ പോലെയുള്ള ബേർഡ്സിൻ്റെ ബീക്സ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സ്മോൾ ബേർഡ്സ് ലൈക്ക് സ്പാരോ, പിജിയൺ ആൻഡ് ഹെൻ ഹാവ് സച്ച് ടൈപ്പ് ഓഫ് ബീക്സ്. സച്ച് ടൈപ്പ് മീൻസ് ഷോർട്ട്, സ്ട്രോങ് ആൻഡ് പോയിൻറ്റഡ് ബീക്ക് which help them to pick up and crush their food. സ്പാരോ, പിജിയൻ പോലെയുള്ള ബേർഡ്സിൻ്റെ ഫുഡ് അവ കഴിക്കുന്ന ഫുഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവയുടെ ബീക്സ്. വെരി ഷോർട്ട് ആയിരിക്കും, പക്ഷെ സ്ട്രോങ് ആയിരിക്കും, അതുപോലെ പോയിൻറ്റഡ് ബീക്കായിരിക്കും. ഏതൊക്കെ ബേർഡ്സിനാ? യെസ്, സ്പാരോ, പിജിയൻ, ഹെൻ എക്സെട്ര. നെക്സ്റ്റ് വൺ, സ്ട്രോങ് ആൻഡ് ചിസിൽ ഷേപ്ഡ് ബീക്ക്. woodpecker. What is mean by woodpecker? Yes, മരം കൊത്തി. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മരത്തേൽ ഇങ്ങനെ ഒരു ബേർഡ് ഇരുന്ന് കൊത്തി ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിൻ്റെ ബീക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഓക്കെ, woodpecker has such type of beak which help it to peck the bark of the tree. അതായത് ആ ട്രീയിൽ കൊത്തണമെങ്കിൽ അതിൻ്റെ ബീക്ക് നല്ല സ്ട്രോങ് ആയിരിക്കണം അല്ലേ? സ്ട്രോങ് ആയിരിക്കും, ചിസിൽ ഷേപ്ഡ് ബീക്കായിരിക്കും. ഏത് ബേർഡിനാ? woodpecker. woodpecker have strong and chisel shaped beak. Clear? Then short and broad beak. Swallow has this type of beak. It is sticky so that insects get stuck inside when it flies with its mouth open. സ്വാളോയുടെ ബീക്ക് എങ്ങനെയായിരിക്കും? ഷോർട്ടായിരിക്കും, അതേസമയം ബ്രോഡായിട്ടുള്ള ബീക്കായിരിക്കും. ദെൻ നെക്സ്റ്റ്, ഹമ്മിങ് ബേർഡ്. വിച്ച് ഇസ് ദ സ്മോളസ്റ്റ് ബേർഡ് ഇൻ ദ വേൾഡ്? ഓക്കെ, ഇറ്റ് ഈസ് ഹമ്മിങ് ബേർഡ്. ഏറ്റവും ചെറിയ പക്ഷി ഏതാ? ഹമ്മിങ് ബേർഡാണ്. ഹമ്മിങ് ബേർഡിൻ്റെ ബീക്ക് ലോങ്, വളരെ നീളത്തിലുള്ളതായിരിക്കും.
അതേസമയം പോയിൻറ്റഡ് ബീക്കും ആയിരിക്കും. ലോങ് ആൻഡ് പോയിൻറ്റഡ് ബീക്ക്. Long and pointed beak of hummingbird help it to suck nectar from flowers. അത് എന്താണ് ഹമ്മിങ് ബേർഡിൻ്റെ ഫുഡ് എന്താണ്? അത് ഫ്ലവേഴ്സിൽ നിന്ന് നെക്റ്റാർ വലിച്ചെടുക്കും. അതിനു വേണ്ടി അതിൻ്റെ ബീക്ക് എങ്ങനെയുള്ളതാ? ലോങ് ആയിരിക്കും, പോയിൻറ്റഡ് ആയിട്ടുള്ള ബീക്കും ആയിരിക്കും. നെക്സ്റ്റ്, ബ്രോഡ് ആൻഡ് ഫ്ലാറ്റ് ബീക്ക്. ഡക്കിൻ്റെ ബീക്ക് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? ഡക്കിൻ്റെ ബീക്ക് എങ്ങനെയുള്ളതാ? ബ്രോഡ്, നല്ല ഫ്ലാറ്റ് ആയിരിക്കും, അതുപോലെ ബ്രോഡ് ആയിട്ടുള്ള ബീക്കും ആയിരിക്കും. വിച്ച് ബേർഡ്? ഡക്ക്. ഡക്ക് ഹാസ് such type of beak which help it to obtain the food from the mud. ഡക്ക് എവിടെ നിന്നാ? ശരിക്കും ചെളിയിൽ കൂടിയാണല്ലേ ഡക്ക് നടക്കുന്നത്. നമുക്കറിയാം, കുറേ താറാവ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഇങ്ങനെ ചെളി, മഡ് മാന്തി മാന്തി നടക്കുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? അപ്പോൾ അതിന് ഈ മഡിൽ നിന്നുള്ള ഫുഡ് കൊത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഡക്കിൻ്റെ ബീക്ക് എങ്ങനെയുള്ളതാ? ബ്രോഡായിരിക്കും, ഫ്ലാറ്റ് ആയിരിക്കും. Its beak has a lot of strands all around so that only small fish and insects are retained. ഈ ചെറിയ മഡ് മാന്തി അടക്കുമ്പോൾ ഇത് എന്ത് കഴിക്കാം? അതിന് ചെറിയ സ്മോൾ ഫിഷിനെയും അതുപോലെ ചെറിയ ചെറിയ പ്രാണികളെ എല്ലാം ഇത് മഡിൽ നിന്ന് അത് തിരഞ്ഞെടുത്ത് കണ്ടുപിടിച്ച് അത് ഫുഡായിട്ട് സ്വീകരിക്കും. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, ഷോർട്ട്, സ്ട്രോങ് ആൻഡ് ഹുക്ഡ് ബീക്ക്. Parakeet has this type of beak which help it to pulp off the fruits and break the nuts. Yes, പാരക്കീറ്റിൻ്റെ ഫുഡ് എന്താ? യെസ്, നമുക്കറിയാതെ നട്ട്സ് കഴിക്കും, അതുപോലെ ഫ്രൂട്ട്സിൽ നിന്നുള്ള ചാറെല്ലാം വലിച്ചെടുക്കും. അപ്പോൾ വിച്ച് ടൈപ്പ് ഓഫ് ബീക്സ് ദേ ഹാവ്? യെസ്, ഷോർട്ട് ആയിരിക്കും, സ്ട്രോങ് ആയിരിക്കും, ഹുക്ഡ് ബീക്കും ആയിരിക്കും. ക്ലിയർ ആയോ? ഓൾ ഓഫ് യു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദിസ് ബീക്സ് ഓഫ് ഡിഫറെൻറ്റ് ബേർഡ്സ്? Okay, first one, strong, sharp and hooked beak. Example, eagle, vulture, owl, etc. Next one, short, strong and pointed beak. Which birds have this type of beaks? Strong, short and pointed beak. Yes, sparrow, pigeon, etc. Next, strong and chisel shaped beak. Which bird? Yes, it is woodpecker. Strong and chisel shaped beak. Next one, short and broad beak. Which bird? Yes, swallow. Swallow have strong and broad beak. Next, long and pointed beak. Which bird? Yes, hummingbird have long and pointed beak. Next, duck. Duck have which type of beaks? Yes, broad and flat beak. Ducks have broad and flat beak. Next, short, strong and hooked beak. Which birds? Yes, parakeet have strong, short and hooked beak. Clear? Okay. Children, by this we are winding up today's class. So, you have to do the exercise section C. Match the column. Textbook page number 42. Okay. Thank you. See you in the next class.